നമ്മൾ പാലക്കാട്ടേക്കൊന്ന് പോയാൽ രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയമാണ് ഇതിനോടൊപ്പം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പ്രതിഷേധം തുടരാൻ ഡിവൈഎഫ്ഐയും BJP-യും. MLA-ക്കെതിരെ പാലക്കാട് വീടുകൾ കയറി പ്രചരണം ശക്തമാക്കാനാണ് BJP-യുടെ നീക്കം. വനിതകളെ അണിനിരത്തി പ്രതിഷേധ പരിപാടികളും കുടുംബയോഗങ്ങളും നടത്താനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, പൊതുപരിപാടികളിൽ MLA-യെ പ്രതിരോധിക്കുന്നതും പ്രതിഷേധിക്കുന്നതും അവസാനിപ്പിക്കുകയാണോ? എന്നിട്ട് മറ്റു മാർഗങ്ങളിലേക്ക് പോവുകയാണോ BJP-യും ഡിവൈഎഫ്ഐയും? അരുൺകുമാർ, തീർച്ചയായും. കാരണം ഈ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പിരാരിയിലെ ഒരു റോഡ് ഉദ്ഘാടനത്തിലേക്ക് എത്തിയപ്പോൾ ഡിവൈഎഫ്ഐയുടെയും BJP-യുടെയും പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ വാഹനം തടയുകയും വലിയ രീതിയിൽ പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ പരാതിയിൽ ഡിവൈഎഫ്ഐയുടെയും BJP-യുടെയും പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇനി MLA ഈ പൊതുപരിപാടികളിലേക്ക് എത്തുമ്പോൾ തടയുന്നതിന് പകരം മണ്ഡലത്തിൽ പരമാവധി MLA-ക്കെതിരെ പ്രചരണം നടത്തുക എന്ന ഒരു പ്രതിഷേധ മാർഗത്തിലേക്കാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയും BJP-യും കടക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിലെ വീടുകൾ കയറിക്കൊണ്ട് MLA-ക്കെതിരെ പരമാവധി പ്രചരണം നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ BJP-യുടെ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ സമയത്ത് ഇപ്പോൾ ഡിവൈഎഫ്ഐ പറയുന്നത് വനിതകളെ അണിനിരത്തിക്കൊണ്ട് കൂടുതൽ പ്രതിഷേധങ്ങൾ നടത്തും. അതിനോടൊപ്പം തന്നെ പാലക്കാട് മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് വീടുകൾ കയറിയുള്ള പ്രചരണം, കുടുംബയോഗങ്ങളും നടത്തി MLA-ക്കെതിരെ പ്രചരണം നടത്താനുള്ള ഒരു പ്രതിഷേധത്തിന് ഭാഗമായുള്ള പ്രചരണം നടത്താനാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയും തീരുമാനിക്കുന്നത്. ഏതായാലും അടുത്ത ദിവസം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുമെന്നും ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതാക്കൾ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പിരാരിയിലെ പരിപാടി ഉദ്ഘാടനത്തിന് ശേഷം പിന്നീട് പല രീതിയിലുള്ള ഉദ്ഘാടന പരിപാടികളിലും പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഡിവൈഎഫ്ഐയുടെയും BJP-യുടെയും പ്രവർത്തകർ